Wow! Oh! What a shot! Oh! And Hannu starts attack for Town Team Kottakkad. What a delivery from Hannu. Virappicha Selil. Natha, good ball from Selil. Wow! What a shot from Ismail. ചുടലപ്പറമ്പ് മൈതാനത്ത് എന്നും പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള സാക്ഷാൽ ഇസ്മായിൽ. It's a 4 from Ismail. Another cracking delivery from Saleh. Whoa, another shot from Ismail. And Mansoor concedes another 6. Wow, beautiful delivery. Wow, third 6 of the over from Ismail. What a shot. Continues. Wow, another beautiful delivery from Mansoor. Wow, another good length delivery from Mansoor and beat. 2 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡ് 26 റൺസിലേക്ക് എത്തിയിരിക്കുന്നു. What a shot, nice shot from Seilalu. Huge maximum, what a shot. Clever bowling from Nishan. India. Wow, good save. What a fielding. Excellent fielding, the line. Wow, what a shot. തീയല്ല തീബന്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇസ്മായിൽ. ഇസ്മായിലിന് മാത്രമല്ല സാധിക്കുക എന്ന് തെളിയിച്ചുകൊണ്ട് അനദർ 6. യെസ്, T20 ഇസ്മായിൽ ഷഫീഖിനെ ഒരു 6 കൂടി സ്വാഗതം ചെയ്യുന്നു അങ്ങകലേക്ക്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റെയിൽ പാളത്തിലേക്ക്. സൂപ്പർ ഷോട്ട്, wow, super fielding, good effort by Dibbe, super fielding, no doubt about that. Super shot, helicopter safely landed. പക്ഷേ ആ തിരിച്ചുവരവിനുള്ള ആയുസ് ഏതാനും നിമിഷങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മായിൽ പരപ്പനങ്ങാടി, തീവണ്ടി ഇസ്മായിൽ എന്ന ചെല്ല പേരുള്ള തീവണ്ടി ആഞ്ഞങ്ങ് പ്രഹരിക്കുന്നു. അദ്ദേഹത്തിന്റെ അർദ്ധശതകവും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അലൈഡ അക്കാദമിയിലേക്ക്, അലൈഡ ക്രിക്കറ്റ് ക്ലബിലേക്ക് ബാറ്റ് ഉയർത്തിക്കൊണ്ട് ഇസ്മായിൽ ഒരു മെസ്സേജ് അയക്കുന്നു: നിങ്ങൾ അവിടെ സുരക്ഷിതരായിരിക്കുക, തീവണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ ഇവിടെയുണ്ട്. സൂപ്പർ ഷോട്ട് അഗൈൻ, വലിയൊരു ദൂരത്തേക്ക് പന്ത് പായിച്ചുകൊണ്ട് ഇസ്മായിൽ തീവണ്ടി കള്ളം നിറഞ്ഞാടുമ്പോൾ സാക്ഷാൽ ശ്രീലാലുവിന് പോലും നോക്കി നിൽക്കേണ്ട അവസ്ഥ. 4 ഓവർ പിന്നിടുമ്പോൾ 74 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടമില്ലാതെ 74. മൻസൂർ എന്ന ക്യാപ്റ്റന്റെ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരാൾ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് വിളിക്കാം തീവണ്ടി എന്ന. സൂപ്പർ ബൗളിംഗ്, ഗുഡ് സ്റ്റാർട്ട് വിഷ്ണു. സൂപ്പർ ബൗളിംഗ്, ബ്ലോക്ക് ഹോൾ ഡെലിവറി. ആ കരുത്തിന്റെയും അപ്പുറത്ത് ഒരു വൻ മതിൽ തീർത്തിട്ടുണ്ട്. ആ മതിലിന്റെ പേരാണ് ഇസ്മായിൽ. സൂപ്പർ ബൗളിംഗ്, ലുക്ക് അറ്റ് ദാറ്റ് ചാൻസ്. പിഴയ്ക്കാത്ത കൈകൾക്കും പിഴയ്ക്കുന്നു. ലാലു
സൂപ്പർ ബൗളിംഗ് തീർച്ചയായും ഒരു കയ്യടി നൽകേണ്ട പ്രകടനം തന്നെയാണ് വിഷ്ണുവിന്റെ ഭാഗത്തുണ്ടായത്. 100ലേക്ക് ഒരു പക്ഷേ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ 100ലേക്ക് കുതിക്കുമായിരുന്ന സ്കോർ കാർഡിന് ആര് ചങ്ങല പൂട്ടിട്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രം, വിഷ്ണു. 84 എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് കൊടക്കാട് എത്രയും പെട്ടെന്ന് ചുവട് വെച്ചെത്തണം. അലൈഡ കാത്തിരിക്കുന്നത് കപ്പിൽ പുൽകാനാണ്. കപ്പിനിടയിൽ കൊടക്കാട് എന്നൊരു ടീമുണ്ട്. കൊടക്കാടിനെ കൂച്ചുവിലങ്ങിട്ട് പൂട്ടാനായാൽ അലൈഡയ്ക്ക് ഈ മത്സരം. സൂപ്പർ ബൗളിംഗ്, കട്ട് ഡെലിവറി. ആദ്യ പന്ത് ഒരു വലിയ സ്കോറിലേക്ക് ആഞ്ഞടിച്ച് തുടങ്ങാനുള്ള വിപിൻനാഥിന്റെ ശ്രമം. പക്ഷെ തന്റെ ബുദ്ധിപരമായ പന്തിലൂടെ ലാലുവിനെ കബളിപ്പിക്കുന്നു. സൂപ്പർ ബൗളിംഗ്. ഓ, super bowling, clever delivery from Lalu. What a lovely start from Sri Lalu. അലൈഡയ്ക്ക് വേണ്ടി മികവാർന്ന രീതിയിൽ ലാലു. ഓ, സന്തോഷത്തിന്റെ പേര് പറഞ്ഞപ്പോൾ സന്തോഷത്തിന്റെ വലിയൊരു സിക്സർ തീർക്കുന്നു. ഓ, look at the shot, amazing one. 4 പന്തുകൾ ഡോട്ടാക്കി തുടങ്ങിയ ശ്രീ ലാലുവിനെ തുടർച്ചയായ 2 പന്തുകളിൽ 2 ആംബര ചുംബികളായ സിക്സറിന് പറത്തി കൊടക്കാടിന് ആവേശം നൽകുന്നു, ഡെക്കൌട്ടിന് ആവേശം നൽകുന്നു വിപിൻനാഥ. Oh, look at the shot. Wow, super fielding from Basil. Junior Shijilipa. Oh, look at the shot again. 3 consecutive sixes. വിപിൻനാഥ. അവസാനമായി 3 പന്തുകൾ വിപിൻനാഥ 3 സിക്സറുകളാണ്. 4 in the row, no doubt. ഇതാ വിപിൻനാഥ് മാജിക് ഗ്രൗണ്ടിനകത്ത് ആവർത്തിക്കപ്പെടുന്നു. ഫീൽഡർമാർക്ക് ഒരു റോളും തന്നെയില്ല, വെറും കാഴ്ചക്കാർ മാത്രമാണ് ഫീൽഡർമാർ. ഓ, സൂപ്പർ ബൗളിംഗ് രാഹുൽ. തീർത്തും ഒരു ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടി ഒരു 4 റൺസ് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. സൂപ്പർ ബൗളിംഗ് ഒരു ചാൻസ് ആയിരുന്നു, പക്ഷെ എന്തുകൊണ്ട് ആ ഒരു റൺഔട്ടിന് ട്രൈ ചെയ്തില്ല എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ആശയക്കുഴപ്പം ഗ്രൗണ്ടിനകത്ത്. 2 ഓവർ പിന്നിടുമ്പോൾ 30 റൺസ്, വിക്കറ്റ് ഒന്നും നഷ്ടം കൂടാതെ 30 റൺസ് ആണ് സമ്പാദ്യം. Look at the shot, but മതിയാകുന്നില്ല. അനുവിന് കൃത്യമായ കണക്ഷൻ ലഭിക്കുന്നില്ല. സൂപ്പർ ബൗളിംഗ്. ബാസിൽ എന്ന യുവതാരത്തിൽ നിന്ന് അലൈഡ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളെ സമ്പന്നമാക്കി മാറ്റുന്നു ബാസിൽ. ഓ, ഇത്തവണ ബാസിലിന്റെ ലൈനും ലെങ്തും കൃത്യമായി പഠിച്ചെടുത്തുകൊണ്ട് അഡ്വാൻസായി ഓഫ് സൈഡിലേക്ക് ബാറ്റർ മൂവ് ചെയ്യുന്നു, വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്നു. ഒരു സിക്സറോട് കൂടി ഇതാ തിരികെ വരുന്നു വിപിൻനാഥ. വളരെ നന്നായി തുടങ്ങിയ നമ്മുടെ ബാസിലിനെ പിടിച്ച 2 തുടർച്ചയായ സിക്സറുകൾക്ക് ശിക്ഷിച്ചിരിക്കുന്നു വിപിൻനാഥ. ഇല്ല, ആദ്യ 3 പന്തുകളിൽ കരുത്തുറ്റ ബാസിലിനെ കണ്ടെങ്കിൽ പിന്നീടുള്ള 3 പന്തുകളിൽ നിരുത്തരവാദിത്വം എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു തരുന്ന ബൗളറെ നമ്മൾ കാണുന്നു. കാരണം അത്രമാത്രം മോശമായ 3 പന്തുകൾ നക്കറ്റ് ശിക്ഷിക്കുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടം കൂടാതെ 51, 12 പന്തുകൾ മാത്രം ബാക്കി.
സൂപ്പർ ബൗളിംഗ് ഇസ്മായിൽ തീവണ്ടി. ഓ സിംഗിൾ. സൂപ്പർ ബൗളിംഗ്, സൂപ്പർ ബൗളിംഗ്. ആദ്യ മൂന്ന് പന്തുകൾ അലൈഡയുടെ ബൗളർമാരെ നോക്കിയാൽ ആദ്യ 3 പന്തുകൾ വളരെ മികവാർന്ന രീതിയിൽ എറിയുന്നു. 4ാം പന്ത് മോശം പന്തായി മാറുന്ന കാഴ്ച. ഇതാ വിപിൻ നാഥ ഡൗൺ ടീം കൊടക്കാടിലേക്ക് ബാറ്റ് ഉയർത്തുന്നു. അർദ്ധശതകം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു വിപിൻ നാഥ. ഹർഷാരവത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം വിപിൻ നാഥിന്റെ അർദ്ധശതകത്തെ. സൂപ്പർ ബൗളിംഗ്, സൂപ്പർ ബൗളിംഗ്, സൂപ്പർ ബൗളിംഗ്, സൂപ്പർ ബൗളിംഗ്. സ്കോർ കാർഡ് 4 ഓവർ പിന്നിടുമ്പോൾ 60. 1 ഓവറിൽ 24. 1 ഓവറിൽ 4 6. പന്തെറിയാൻ ആരെത്തും എന്നത് ഏവരെ പോലെ ഞാനും കാത്തിരിക്കുന്നു. ആരായിരിക്കും ബൗളുമായി? യെസ്, ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷ തന്നെ ഇവിടെ നിറവേറുന്നു. ഡെത്ത് ബൗളിംഗിൽ പരപ്പനങ്ങാടി കണ്ട ഏറ്റവും മികച്ച എക്കണോമി റേറ്റുള്ള, ഏറ്റവും റണ്ണ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന പരപ്പനങ്ങാടിയുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് അശ്വന്തിനെ വളരെ കൃത്യമായി പഠിച്ച അന്നു ആ പന്ത് സിക്സറിനെ ശിക്ഷിക്കുന്നു. Look at the shot. താളം കണ്ടെത്തി വിപിൻ നാഥ് കുതിക്കുമ്പോൾ മറുവശത്ത് പതുങ്ങിയിരുന്ന അന്നു കൃത്യമായ ഇടവേളയിൽ കൃത്യമായ സമയത്ത് വളരെ ഭംഗിയായി തിരിച്ചു വരുന്നു. സൂപ്പർ ബൗളിംഗ്. ഗാർഡ് ചേഞ്ച് ചെയ്യുന്നു. വളരെ കൃത്യമായി തന്റെ കൈക്കുഴയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അശ്വന്ത് തിരികെ എത്തുന്നു. 3 പന്തുകൾ മാത്രം ബാക്കി. 3 പന്തിൽ 11. കൊടക്കാട് ആഗ്രഹിക്കുന്നത് ഒരു സിക്സറും. ഫീൽഡറുടെ കൃത്യമായ പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും യോർക്കറുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റർക്ക് ബോളർക്ക് ആ പൊസിഷനിൽ ഒരു ഫീൽഡർ നിർബന്ധമാണ്. ക്യാപ്റ്റന്റെ പിഴവ് അശ്വന്തിന് തന്നെ പിഴച്ചിരിക്കുന്നു. അവിടെ ഒരു ഫീൽഡർ ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരം മാറി മറിഞ്ഞേനെ. അവസാന പന്തിലേക്ക് ആവേശത്തിന്റെ തിരിയുണർത്തിക്കൊണ്ടു ഒരു റൺ ഔട്ട്. 1 പന്തിൽ 4. പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദ് എത്തുന്നു ബാറ്റുമായി. മൻസൂർ. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് അശ്വന്തിനെ എന്തുകൊണ്ട് അവസാന ഓവർ എറിയാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു എന്നാൽ ഇത് മാത്രമാണ് ഉത്തരം. 1 ഓവറിൽ വേണ്ട 23 റൺസിനെ തുടക്കത്തിൽ 2 സിക്സർ വഴങ്ങിയെങ്കിൽ പോലും തന്റെ മനസാന്നിധ്യം വീണ്ടെടുത്ത, തന്റെ ശക്തി വീണ്ടെടുത്ത, തന്റെ കരുത്ത് വീണ്ടെടുത്ത, തന്നെ താനാക്കിയ ചുടലപ്പറമ്പിന്റെ മണ്ണിൽ അശ്വന്ത് നിന്നങ്ങ് കത്തിയപ്പോൾ അലൈഡയ്ക്ക് ആദ്യ മത്സരത്തിൽ അത്യുജ്വല വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ആവേശ കാഴ്ച ഉണർത്തിക്കൊണ്ട് ഇതാ ഉള്ളണം ക്രിക്കറ്റ് ലീഗ് നിങ്ങൾക്ക് മുന്നിൽ സമ്പന്നമായി ചലിക്കുന്നു.